കേരള PS 14/9/2023 നടത്തിയ കുക്ക് ഗ്രേഡ് 2 തസ്തികയിലേക്കുള്ള ചോദ്യവും അതിൻ്റെ ഉത്തരവുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയുവാൻ പോകുന്നത്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 172/23 ആണ്. ചോദ്യം 1. മേൽക്കൂര മഴവെള്ള സംഭരണം നിർബന്ധമാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏത്? മേൽക്കൂര മഴവെള്ള സംഭരണം നിർബന്ധമാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഉത്തരം സി ആണ്, തമിഴ്നാട്. ചോദ്യം 2. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ളിൽ സ്വരാജ് സ്വീകരിക്കാൻ നേതൃത്വം കൊടുത്തത് ആരെല്ലാമായിരുന്നു? ചോദ്യം 2 ഉത്തരം ബി ആണ്, എ ആണ്, CR ദാസ്, മോത്തിലാൽ നെഹ്റു. ചോദ്യം 3. ഇന്ത്യയിൽ നടന്ന കർണാട്ടിക് യുദ്ധങ്ങളിൽ പങ്കാളികളായത് ഇവയിൽ ഏത് രാജ്യങ്ങളായിരുന്നു? ചോദ്യം 3 ഉത്തരം സി ആണ്, ഇംഗ്ലണ്ടും ഫ്രാൻസും. ചോദ്യം 4. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉപദ്വീപീയ നദികളിൽ പെടാത്തത് ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉപദ്വീപീയ നദികളിൽ പെടാത്തത് ഉത്തരം ബി ആണ്, ഗംഗ. ചോദ്യം 5. ആന്ധ്രാപ്രദേശിലെ ബോറോ ഗുഹകൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ്? ചോദ്യം 5 ഉത്തരം സി ആണ്, ചുണ്ണാമ്പുകല്ല്. ചോദ്യം 6. ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ചോദ്യം 6 ഉത്തരം സി ആണ്, രണ്ടാമത്തെ സമ്മേളനത്തിൽ മാത്രം. ചോദ്യം 7. ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽപ്പെടാറുള്ള ഇടിമിന്നലോടുകൂടിയ മഴ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ചോദ്യം 7 ഉത്തരം എ ആണ്, കാൽ ബൈസാഖി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്, കാൽ ബൈസാഖി. ചോദ്യം 8. കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏത്? കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1964 എ ആണ് അതിൻ്റെ ഉത്തരം. ചോദ്യം 9. എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇന്ത്യയിൽ വോട്ടിംഗ് പ്രായം 21 നിന്നും 18 കുറച്ചത്? ചോദ്യം 9 എ ആണ്, 61. ചോദ്യം 10. താഴെ കൊടുത്തിട്ടുള്ള ഏത് ഏജൻസിയുടെ നീതി ആയോഗ്? താഴെ കൊടുത്തിരിക്കുന്ന ഏത് ഏജൻസിയുടെ നീതി ആയോഗ്? ഉത്തരം ഡി ആണ്, പ്ലാനിംഗ് കമ്മീഷൻ. ചോദ്യം 10 ഉത്തരം ഡി ആണ്, പ്ലാനിംഗ് കമ്മീഷൻ. ചോദ്യം. ഇന്ത്യൻ മൗലിക അവകാശങ്ങളിൽ ഏതിലാണ് ബാലവേലയ്ക്കെതിരെയായുള്ള നടപടിക്രമങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്? ചോദ്യം 11 ഉത്തരം സി ആണ്, ചൂഷണത്തിനെതിരെയുള്ള അവകാശം. ചോദ്യം 12. ഇന്ത്യയിൽ ദേശീയ ഉപഭോക്തൃ ആചരിക്കുന്നത് എന്നാണ്? ചോദ്യം 12 ഉത്തരം എ ആണ്, ഡിസംബർ 24. ചോദ്യം. ചൈൽഡ് ലൈനുമായി ബന്ധപ്പെട്ട് പരാതികൾ സമർപ്പിക്കുവാനുള്ള ടോൾ ഫ്രീ നമ്പർ താഴെ പറയുന്നവയിൽ ഏതാണ്? ചോദ്യം 13 ഉത്തരം ബി ആണ്, 1098. ചോദ്യം 14. ഇന്ത്യൻ ദേശീയ നഴ്സറി എന്ന് വിശേഷിപ്പിച്ചിരുന്നത് ഏത് ആയിരുന്നു? ചോദ്യം 14 ഉത്തരം ബി ആണ്, ബംഗാൾ. ചോദ്യം 15. കേരളത്തിലെ കുടുംബശ്രീ യൂണിറ്റുകളിൽ താഴെ പറയുന്നവയിൽ ഏത് സ്ഥാപനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? ചോദ്യം 15 ഉത്തരം സി ആണ്, മൈക്രോ ഫൈനാൻസ് സ്ഥാപനം. ചോദ്യം 16. വയനാട് ജില്ലയിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകയിലേക്ക് ഒഴുകുന്ന നദിയാണ് കബനി. അതുപോലെ ബേപ്പ് എന്നറിയപ്പെടുന്നത് വളപട്ടണം പുഴയാണ്. പമ്പ നദി ബാരിസ് എന്നാണ് പ്രാചീന കാലത്ത് അറിയപ്പെട്ടത്. മുകളിൽ പറഞ്ഞ പ്രസ്താവന ഏതാണ് ശരി? ചോദ്യം 16 അതിൻ്റെ ഉത്തരം ബി ആണ്, 1ഉം 3ഉമാണ് ശരി. ബി ആണ് അതിൻ്റെ ഉത്തരം. ചോദ്യം 17. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഉത്തരം സി ആണ്, 2ഉം 4ഉം. ചോദ്യം 18. കേരളത്തിലെ ആദ്യത്തേതും വലുതുമായ ദേശീയ ഉദ്യാനം സൈലൻറ്റ് വാലി. ചോദ്യം 2. സൈലൻറ്റ് വാലി ബഫർ സോണായി പ്രഖ്യാപിച്ച വർഷം 2007. ചോദ്യം 3. ലോക പട്ടികയിൽ കേരളത്തിലെ ദേശീയ ഉദ്യാനമാണ് സൈലൻറ്റ് വാലി. ഈ മുകളിൽ പറഞ്ഞ ഏതാണ് ശരി? ചോദ്യം 18 ഉത്തരം എ ആണ്, 2ഉം 3ഉം. ചോദ്യം 19. 1956 കേരള ഫിഷറീസ് വകുപ്പ് സ്ഥാപിതമായി. അതുപോലെ ഇന്ത്യയിൽ ആദ്യമായി ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് കേരളം. മൂന്നാമത്തേത്, കേരളത്തിൽ തീരപ്രദേശമില്ലാത്ത ജില്ലകൾ
വയനാട്, ഇടുക്കി. 4 കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം തിരുവനന്തപുരം ജില്ലയിലെ നീണ്ടകരയാണ്. മുകളിൽ തെറ്റായത് ഏത്? ചോദ്യം 19 അതിൻ്റെ ഉത്തരം സി ആണ്. 4 മാത്രം തെറ്റാണ്. ചോദ്യം 20 1973 കേരള ഫുട്ബോൾ ടീം ആദ്യമായി സന്തോഷ് ട്രോഫി നേടി. ചോദ്യം രണ്ടാമത്തെ ഭാഗം കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ ഖേൽ രത്ന അവാർഡ് ജേതാവ് MD വത്സമ്മ. മൂന്നാമത്തേത് കേരളത്തിൽ നിന്നുള്ള ആദ്യ പത്മശ്രീ കായിക താരവും ദേശീയ ഗെയിംസിൽ സ്വർണ്ണ മെഡലും നേടിയ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യ വനിതയാണ് KM ബീനാമോൾ. മുകളിൽ ളുമായി ശരിയായത് മാത്രം എഴുതുക. 20 അതിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം D ആണ്. 1 മാത്രമേ ഇതിൽ ശരിയായിട്ടുള്ളൂ. ചോദ്യം 21 കേരളത്തിൽ ജനസംഖ്യ കുറഞ്ഞ ജില്ല ഇടുക്കി. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 941. കേരളത്തിലെ 130. മുകളിൽ ശരിയായ എഴുതുക. ചോദ്യം 21 അതിൽ B മാത്രമാണ്. 2 മാത്രമേ ഉള്ളൂ ശരി. കേരളത്തിൽ ഗ്രാമപഞ്ചായത്ത് എണ്ണം 941. ചോദ്യം 22 കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത. രണ്ടാമത്തേത് 1957 KSEB നിലവിൽ വന്നു. 2000 KSEBL നിലവിൽ വന്നു. ചോദ്യം 3 ബ്രഹ്മപുരം ഡീസൽ പവർ പ്ലാന്റ് 1997-98 കമ്മീഷൻ ചെയ്തു. മുകളിൽ പറഞ്ഞ പ്രസ്താവനയിൽ തെറ്റ് ഏത്? ചോദ്യം 22 അതിൽ തെറ്റായിട്ടുള്ളത് A ആണ്. 1ഉം 2ഉമാണ് തെറ്റ്. ചോദ്യം 23 1 ഭരണഘടനയുടെ 243 അനുച്ഛേദനത്തിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് പരാമർശിക്കുന്നു. 2 സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1956 3 സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആന്റണി ഡൊമിനിക്കാണ്. മുകളിൽ പറഞ്ഞവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ചോദ്യം 23 അതിൻ്റെ തെറ്റായ പ്രസ്താവന മൂന്നാമത്തേതാണ്. 2ഉം 3ഉമാണ് തെറ്റായത്. ചോദ്യം 24 1984 കേരള സർക്കാർ വിനോദസഞ്ചാരം ഒരു വ്യവസായമായി പ്രഖ്യാപിച്ചത്. 2 കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികളെ സംഭാവന ചെയ്യുന്ന രാജ്യമാണ് ഫ്രാൻസ്. ചോദ്യം 3 ആഭ്യന്തര വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ മുന്നിട്ട് നിൽക്കുന്ന ജില്ലകൾ കോഴിക്കോട്, എറണാകുളം. മുകളിൽ പറഞ്ഞവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ചോദ്യം 24 അതിൻ്റെ തെറ്റായ പ്രസ്താവന A ആണ്. 2ഉം 3ഉം തെറ്റാണ്. ചോദ്യം 25 1 1967 അമ്പലപ്പുഴയിൽ കുഞ്ചൻ നമ്പ്യാർ സ്മാരകം സ്ഥാപിതമായി. 2 കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുഖപത്രം വിജ്ഞാന കൈരളിയാണ്. ചോദ്യം 3 മുണ്ടശ്ശേരി സ്മാരകം തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിൽ സ്ഥാപിതമായി. മുകളിൽ പറഞ്ഞവ തെറ്റായ പ്രസ്താവന ഏത്? മുകളിൽ പറഞ്ഞവയിൽ തെറ്റായ പ്രസ്താവന ഏത്? അതിൻ്റെ ഉത്തരം C ആണ്. 4 മാത്രമാണ് തെറ്റായത്. ചോദ്യം 26 1 കുളച്ചൽ യുദ്ധം, 2 കർണാട്ടിക് യുദ്ധങ്ങൾ, 3 കുഞ്ഞാലിമരക്കാരുടെ പോരാട്ടങ്ങൾ, 4 ആറ്റിങ്ങൽ കലാപം. മുകളിൽ പറഞ്ഞവയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപങ്ങൾ ഏവ? ചോദ്യം 26 ഉത്തരം D ആണ്. 4 മാത്രമാണ് എതിരെ നടന്ന കലാപം. ചോദ്യം 27 1921 ഒറ്റപ്പാലം കേരള സംസ്ഥാനം രാഷ്ട്രീയ സംസ്ഥാനം സമ്മേളനം നടന്നു. ചോദ്യം 2 തിരുവിതാംകൂർ കൊച്ചി കേരള കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിച്ചു. 3 അഗസ്തീശ്വരം കാസർഗോഡ് ഹോസ്ദുർഗ് താലൂക്കുകളിൽ കേരളത്തോടു കൂട്ടിച്ചേർത്തു. മുകളിൽ ശരിയായ പ്രസ്താവന ഏത്? ചോദ്യം 27 ഉത്തരം B ആണ്. 1ഉം 2ഉമാണ് ശരിയായത്. ചോദ്യം 28 1 ശ്രീനാരായണ ഗുരു രണ്ടാം ബുദ്ധൻ എന്നറിയപ്പെടുന്നു. 2 ശ്രീനാരായണ ഗുരു സ്ഥാപിച്ചതാണ് ആത്മവിദ്യാ സംഘം. 3 1909 ശിവഗിരിയിൽ ശാരദാമഠം സ്ഥാപിച്ചു. മുകളിൽ പറഞ്ഞവയിൽ തെറ്റായ ഏത്? ചോദ്യം 28 ഉത്തരം B ആണ്. ആണ് തെറ്റ്. ചോദ്യം 29 കേരളത്തിലെ എന്ന് വിശേഷിപ്പിക്കുന്ന സംഭവം 1 വൈക്കം സത്യാഗ്രഹം, B ഗുരുവായൂർ സത്യാഗ്രഹം, C ക്ഷേത്രപ്രവേശന വിളംബരം, 4 D നിവർത്തനം. ചോദ്യം 29 അതിൻ്റെ ഉത്തരം C ആണ്. ക്ഷേത്രപ്രവേശന വിളംബരമാണ് മാഗ്ന കാർട്ട എന്ന് അറിയപ്പെടുന്നത്. ചോദ്യം 30
VT ഭട്ടതിരിപ്പാടിൻ്റെ നാടകം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് പുറത്തിറങ്ങി. 2. വൈക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ഉടമസ്ഥതയിലുള്ള സ്വദേശാഭിമാനി പത്രം നിലവിൽ വന്നു. 3. ചാക്കോസച്ചൻ്റെ നേതൃത്വത്തിൽ കത്തോലിക്ക സംസ്കൃത സ്കൂൾ ആരംഭിച്ചു. 4. മലയാളി മെമ്മോറിയൽ എന്ന മെമ്മോറാണ്ടം തിരുവിതാംകൂർ രാജാവിന് സമർപ്പിച്ച പ്രസ്താവനകളിൽ കാലക്രമത്തിൽ രേഖപ്പെടുത്തുക. ചോദ്യം 30. പ്രസ്താവന കാലക്രമത്തിൽ രേഖപ്പെടുത്തുക. ഉത്തരം സി ആണ് അതിൻ്റെ ഉത്തരം. 3, 4, 2, 1. 3, 4, 2, 1. ചോദ്യം 31. ശരിയായ കാഴ്ച ലഭിക്കുന്നതിനായി ഒരാൾ കോൺകേവ് ലെൻസ് ഉള്ള കണ്ണട ധരിക്കുന്നു. കണ്ണട ഇല്ലാതെ അയാളുടെ കണ്ണിൽ പ്രതിബിംബം രൂപപ്പെടുന്നത് എവിടെയായിരിക്കും? ചോദ്യം 31. ഉത്തരം ഡി ആണ്, റെറ്റിനയ്ക്ക് മുൻപിൽ. ചോദ്യം 32. താഴെ തന്നിരിക്കുന്നവയിൽ ആൻറ്റിബോഡി ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട രക്തകോശം ഏത്? ചോദ്യം 32. ഉത്തരം ബി ആണ്, ലിംഫോസൈറ്റ്. ചോദ്യം 30. ഒരു കായികമായ സോണാലികയെ സംബന്ധിച്ച് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ചോദ്യം 33. അതിൻ്റെ ഉത്തരം എ ആണ്, പ്രസ്താവന 1 മാത്രമാണ് ശരി. ചോദ്യം 34. താഴെ തന്നിരിക്കുന്നവയിൽ ഏത് ജീവകത്തിൻ്റെ അപര്യാപ്തത കൊണ്ടാണ് മെഗലോബ്ലാസ്റ്റിക് അനീമിയ ഉണ്ടാകുന്നത്? ചോദ്യം 34. ഉത്തരം സി ആണ്, സൈനോകേബലമിൻ. ചോദ്യം 35. ചില രോഗങ്ങളുടെയും അവയുടെ രോഗകാരികളുടെയുമാണ് ചുവടെ ചേർത്തിരിക്കുന്നത്. രോഗകാരികളെയുമാണ് ചുവടെ ചേർത്തിരിക്കുന്നത്. അവയിൽ നിന്ന് ശരിയായ ജോഡികൾ ഏവ എന്ന് കണ്ടെത്തുക. ചോദ്യം 35. അതിൻ്റെ ഉത്തരം എ ആണ്, 2, 3, 4. ഇതെല്ലാം ശരിയാണ്. ചോദ്യം 36. നീലിമ എന്നറിയപ്പെടുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് കാർഷിക വിളയാണ്? നീലിമ. ഉത്തരം സി ആണ്, വാട്ടരോഗത്തെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള സങ്കരയിനം വഴുതന. ചോദ്യം 37. താഴെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ഓർഗാൻ ഓഫ് കോർട്ടിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. ചോദ്യം 37. ഉത്തരം സി ആണ്, പ്രസ്താവന 2ഉം 4ഉം ശരി എന്നുള്ളതാണ് തെറ്റായ പ്രസ്താവന. ചോദ്യം 38. താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി ഏതെന്ന് കണ്ടെത്തുക. ചോദ്യം 38. ഉത്തരം ബി ആണ്, അകിട് വീക്കം വൈറസ്. ചോദ്യം 39. ജീവകം എയിൽ നിന്നും രൂപപ്പെടുന്നതും കണ്ണിൻ്റെ കാഴ്ചയിൽ നിർണായകമായ പങ്കുവഹിക്കുന്നതുമായ പദാർത്ഥം ഏത്? ചോദ്യം 39. ഉത്തരം ഡി ആണ്, ഓപ്സിൻ. ചോദ്യം 40. മനുഷ്യ ശരീരത്തിൽ എത്ര അന്തർസ്രാവി ഗ്രന്ഥിയിൽ നിന്നാണ് ഏത് അന്തർസ്രാവി ഗ്രന്ഥിയിൽ നിന്നാണ് എപ്പിനെഫ്രിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത്? ചോദ്യം 40 അതിൻ്റെ ഉത്തരം സി ആണ്, അഡ്രിനൽ ഗ്രന്ഥി. ചോദ്യം 41. റെസ്റ്റ് കോഴ്സിന് ഫ്രഞ്ച് ക്ലാസിക്കൽ മെനുവിൽ പറയുന്ന പേര്? ചോദ്യം 41. ഉത്തരം ഡി ആണ്, സോർബെ. ചോദ്യം 42. ബ്ലൂ റിങ് രൂപപ്പെട്ടാൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബ്ലൂ റിങ് രൂപപ്പെട്ടാൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം സി ആണ്, മുട്ട. ചോദ്യം 43. പോച്ചിങ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പോച്ചിങ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ബി ആണ്, പാചക രീതി. ചോദ്യം 44. നിർമ്മാണ സമയത്ത് ചൂട് തട്ടിയാൽ പിരിഞ്ഞു പോകുന്ന സോസ്? ചോദ്യം 44. ചോദ്യം 44ൻ്റെ ഉത്തരം എ ആണ്, മയോണൈസ്. ചോദ്യം 45. സ്പർഗി, മക്രോണി എന്നിവ കൂടുതൽ ഉപയോഗത്തിൽ ഉള്ള രാജ്യം ഏത്? ചോദ്യം 45. ഉത്തരം എ ആണ്, ഇറ്റലി. ചോദ്യം 46. ബൊക്ക ഗാർണി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചോദ്യം 46. ഉത്തരം സി ആണ്, പോച്ചിങ്ങിനായി ഉപയോഗിക്കുന്ന കോഴിയുടെ മുറിച്ച ഭാഗവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ചോദ്യം 47. പോച്ചിങ്ങിനായി ഉപയോഗിക്കുന്ന ദ്രാവകത്തിൻ്റെ ഊഷ്മാവ് എത്ര? പോച്ചിങ്ങിനായി ഉപയോഗിക്കുന്ന ദ്രാവകത്തിൻ്റെ ഊഷ്മാവ്? ഉത്തരം ബി ആണ്, ഉത്തരം എ ആണ്, 93-95 സെൽഷ്യസ്. ചോദ്യം 48. റൂംവിൽ അടങ്ങിയിരിക്കുന്ന മൈദയുടെയും ബട്ടറിൻ്റെയും അളവ്? ചോദ്യം 48. ഉത്തരം ബി ആണ്,
1:1. ചോദ്യം 49. അമേരിക്കക്കാരുടെ പ്രശസ്തമായ ഒരു സൂപ്പ് ഏതാണ്? ചോദ്യം 49. ഉത്തരം ഡി ആണ്, ചൗദർ. ചോദ്യം 50. മീൻ വേവിക്കുമ്പോൾ ഉപയോഗിക്കുന്ന മണമുള്ള ദ്രാവകത്തിൻ്റെ പേര്? ചോദ്യം 50. ഉത്തരം എ ആണ്, കോക്ട് ബുലോൺ. ചോദ്യം 51. ചെഡാർ ചീസ് ഏത് രാജ്യത്തെ പ്രമുഖ ചീസാണ്? ചെഡാർ ചീസ് ഏത് രാജ്യത്തെ പ്രധാനപ്പെട്ട ചീസാണ്? ചോദ്യം 51. ഉത്തരം സി ആണ്, ഇംഗ്ലണ്ട്. ചോദ്യം 52. ഗസ്പോച്ചോ ഏത് രാജ്യത്തെ സൂപ്പർ സൂപ്പാണ്? ഏത് രാജ്യത്തെ സൂപ്പാണ്? ചോദ്യം 52. ഉത്തരം ബി ആണ്, ലൂട്ടിൻ. ചോദ്യം 53. ബി ആണ് ഉത്തരം, സ്പെയിൻ. സ്പെയിനാണ് അതിൻ്റെ ഉത്തരം. ചോദ്യം 53. മുട്ടയുടെ മഞ്ഞക്കരുവിന് മഞ്ഞ നിറം കൊടുക്കുന്ന വർണ്ണവസ്തു ഏത്? മുട്ടയുടെ മഞ്ഞക്കരുവിന് നിറം കൊടുക്കുന്ന വർണ്ണവസ്തു ഏത്? ചോദ്യം 53. ഉത്തരം ബി ആണ്, ലൂട്ടിൻ. ചോദ്യം 54. പന്നിയുടെ മാംസത്തിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന കൊഴുപ്പ് അറിയപ്പെടുന്നത് എങ്ങനെ? ചോദ്യം 54. ഉത്തരം ബി ആണ്, ലാർഡ്. ചോദ്യം 55. MSGയുടെ പൂർണ്ണ രൂപം ഏത്? MSGയുടെ പൂർണ്ണ രൂപം ഏത്? ഉത്തരം സി ആണ്, മോണോ സോഡിയം ഗ്ലൂട്ടോമേറ്റ്. ചോദ്യം 56. സലാമി ഒരു ഡാഷാണ്? സലാമി ഒരു ഡാഷാണ്. ചോദ്യം 56. ഉത്തരം സി ആണ്, സോസേജാണ്. ചോദ്യം 57. KTDCയുടെ പൂർണ്ണ രൂപം ഏത്? KTDCയുടെ പൂർണ്ണ രൂപം? ഉത്തരം 57. ഉത്തരം എ ആണ്, കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. ചോദ്യം 58. ചോപ്സ്റ്റിക്ക് ഉപയോഗിച്ച് രാജ്യം ഏത്? ചോപ്സ്റ്റിക്ക് ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കുന്ന രാജ്യം? ഉത്തരം 56. സി ആണ് അതിൻ്റെ ഉത്തരം, ഫ്രാൻസ്. ചോദ്യം 59. അക്മാർക്ക് ഏത് ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അക്മാർക്ക് ഏത് ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചോദ്യം 59. അതിൻ്റെ ഉത്തരം ബി ആണ്, അഗ്രികൾച്ചറൽ ഉൽപ്പന്നം. ചോദ്യം 60. FSSAIയുടെ പൂർണ്ണ രൂപം? FSSAIയുടെ പൂർണ്ണ രൂപം ഏത്? ചോദ്യം 60. ഉത്തരം എ ആണ്, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ചോദ്യം 61. സാധനങ്ങളുടെ എന്താ ചൂടാക്കുമ്പോൾ ഭക്ഷണ സാധനങ്ങളുടെ പോളിനുകൾക്ക് സംഭവിക്കുന്നത്? ഉത്തരം സി ആണ്, 63. HACCPയുടെ പൂർണ്ണ രൂപം ഏത്? HACCPയുടെ പൂർണ്ണ രൂപം ഏത്? ചോദ്യം 63. ഉത്തരം എ ആണ്, ഡിസീസ് ക്രിട്ടിക്കൽ കൺട്രോൾ. 4. ISOയുടെ പൂർണ്ണ രൂപം ഏത്? ചോദ്യം 64. ഉത്തരം എ ആണ്, ഇന്ത്യൻ നാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡൈസേഷൻ. ചോദ്യം 65. പച്ചക്കറികൾ സ്ട്രിപ്പുകളായി മുറിക്കുന്നതിന് പറയുന്ന വാക്ക്? പച്ചക്കറികൾ സ്ട്രിപ്പുകളായി മുറിക്കുന്നതിന് പറയുന്ന വാക്ക്? ചോദ്യം 65. ഉത്തരം ഡി ആണ്, ജൂലിയൻ. ചിത്രം ജൂലിയൻ എന്നാണ് പച്ചക്കറികൾ സ്ട്രിപ്പുകളായി മുറിക്കുന്നതിന് പറയുന്ന വാക്ക്. ചോദ്യം 67. ജസ്ലി എന്നാൽ എന്താണ്? ജസ്ലി എന്നാൽ എന്താണ്? ചോദ്യം 67. ഉത്തരം എ ആണ്, കറി സോസ്. ഉത്തരം എ ആണ്, റോസ്റ്റ് ഗ്രേവി എന്നാണ് ജസ്ലി എന്ന് പറയുന്നത്. റെസ്ലി എന്നാൽ എന്താണ്? ഉത്തരം ബി ആണ്, റോസ്റ്റ് ഗ്രേവി. ചോദ്യം 68. ഇന്ത്യയിലെ പ്രത്യേക വിഭവങ്ങൾ മെനുവിന് പറയുന്ന പേര്? ചോദ്യം 68. ഉത്തരം ബി ആണ്, കാർട്ട് ഡേ ജോഗ് മെനു. ചോദ്യം 69. ഏത് മെനുവിലാണ് വ്യക്തിഗത വില ഈടാക്കുന്നത്? ചോദ്യം 69. ഉത്തരം ഡി ആണ്,
അലക്കാർട്ട് മെനു. ചോദ്യം 70. ചെറിയ ചൂടിൽ നിന്നും വെള്ളത്തിൽ അതിന് പറയുന്ന പേരെന്ത്? ചെറിയ ചൂടിൽ കുറച്ച് വെള്ളത്തിൽ ഭക്ഷണം പാകം ചെയ്യുന്നതിന് പറയുന്ന പേര്. ഉത്തരം സി ആണ് അതിൻ്റെ ഉത്തരം. പോച്ചിങ് എന്നാണ് ഇതിന് പറയുന്നത്. ചോദ്യം 61. തുറന്ന ജ്വാല ഉപയോഗിച്ച് ഭക്ഷണം പാകം ചെയ്യുന്നതിന് പറയുന്നത് എന്ത്? ചോദ്യം 71. ഉത്തരം എ ആണ് ഗ്രില്ലിംഗ്. ചോദ്യം 72. ആവിയിൽ ഭക്ഷണം പാചകം ചെയ്യുന്ന രീതിയുടെ പേര്. ആവിയിൽ ഭക്ഷണം പാകം ചെയ്യുന്നതിന് പറയുന്ന രീതിയുടെ പേര്. ഉത്തരം ഡി ആണ്. 72. ഉത്തരം ഡി ആണ്. സ്റ്റീമിംഗ് എന്നാണ് പറയുന്നത്. ചോദ്യം 73. ഒരു ദ്രാവകത്തിൽ ഭക്ഷണം തിളയ്ക്കുന്ന സ്ഥാനത്ത് എത്തുന്നത് വരെ ചൂടാക്കുന്ന രീതിക്ക് എന്താണ് പറയുന്നത്? ചോദ്യം 73. ഉത്തരം ബി ആണ് ബോയിലിംഗ്. ചോദ്യം 74. വൈദ്യുത കാന്തിക തരംഗങ്ങൾ ഉപയോഗിച്ച് ഭക്ഷണ സാധനം പാചകം ചെയ്യുന്ന രീതി. ചോദ്യം 74. ഉത്തരം സി ആണ് മൈക്രോവേവ്. 75. കളിമണ്ണ് അടുപ്പിൽ ചൂടുപയോഗിച്ച് ചെയ്യുന്ന രീതി. ചോദ്യം 75. ഉത്തരം ബി ആണ്. ചോദ്യം 76. പരന്ന പ്രതലം കുറച്ച് എണ്ണയിൽ പാകം ചെയ്യുന്ന രീതിക്ക് പറയുന്ന. ചോദ്യം 76. ഉത്തരം ഡി ആണ് ഷാലോ ഫ്രെയിമിംഗ്. ചോദ്യം 77. പാചകങ്ങളായ സ്റ്റീവിംഗ് പോട്ട് റേസ്റ്റിംഗ് ഉപയോഗിക്കാവുന്ന പാചകം ചെയ്യുന്ന രീതി. ചോദ്യം 77. ഉത്തരം ബി ആണ് ബ്രേസിംഗ് എന്നാണ് ഇതിന് പറയുന്നത്. ചോദ്യം 78. ഓവനിൽ സ്റ്റീവിംഗ് രീതിയിൽ ഭക്ഷണം പാചകം ചെയ്യുന്നതിന് അനുയോജ്യമായ ഘടകം ഏത്? ചോദ്യം 78. ഉത്തരം എ ആണ് 170 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. ചോദ്യം 70 ചെയ്യുന്ന രീതിക്ക് പറയുന്ന. ചോദ്യം 79. ഉത്തരം സി ആണ് ഇതിന് പറയുന്നത്. താഴെ പറയുന്നവയിൽ മത്സ്യപ്പെട്ട കഷണം ഏത്? താഴെ പറയുന്നവയിൽ മത്സ്യ ബന്ധപ്പെട്ട കഷണം ഏത്? ചോദ്യം 79. ഉത്തരം സി ആണ്. ചോദ്യം 80 ആണ്. ഉത്തരം ഗൗജോൺസ് മത്സ്യവുമായി ബന്ധപ്പെട്ട പറയുന്ന പേര്. ചോദ്യം 81. പന്നിയുടെ പിൻകാലിൽ നിന്നും എടുക്കുന്ന മാംസം. ചോദ്യം 81. ഉത്തരം എ ആണ് ഹാം. ചോദ്യം 82. ചിക്കനായ വിങ് ലൈറ്റ്സിൻ്റെ ഫ്രഞ്ച് നാമം ഏത്? ചോദ്യം 82. ഉത്തരം എ ആണ് ഗീഗോട്ട് എന്നാണ് പറയുന്നത്. ചോദ്യം 83. എണ്ണമയമുള്ള മത്സ്യം ഏത്? താഴെ പറയുന്നവയിൽ എണ്ണമയമുള്ള മത്സ്യം. ഉത്തരം ബി ആണ് സാൽമൺ. ചോദ്യം 84. പന്നിയുടെ ഫ്രഞ്ചിൽ പറയുന്ന പേര് എന്ത്? പന്നിയുടെ കാലിന് ഫ്രഞ്ചിൽ പേര്. ചോദ്യം 84. ഉത്തരം ഡി ആണ് കുസോട്ട് എന്നാണ് പറയുന്നത്. ചോദ്യം 75. എല്ലുകൾ, സസ്യങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവ വേവിക്കുന്നതിലൂടെ ലഭ്യമായ ദ്രാവകത്തിൻ്റെ. ചോദ്യം 85. ഉത്തരം സി ആണ് സ്റ്റോക്ക് എന്നാണ് ഇതിന് പറയുന്നത്. ചോദ്യം 86. മാംസ്യത്തെ അടിസ്ഥാനമാക്കിയുള്ള സ്റ്റോക്കുകളുടെ പ്രാഥമിക ചേരുവ എന്താണ്? ചോദ്യം 86. ഉത്തരം ഡി ആണ് എല്ലുകൾ. ചോദ്യം 87. സ്റ്റോക്കിൻ്റെ സുഗന്ധം, രുചി എന്നിവ വർദ്ധിക്കാൻ ഉപയോഗിക്കുന്ന ഘടകം ഏത്? ചോദ്യം 87. ഉത്തരം ബി ആണ് പാർസലി എന്നാണ് ഇതിന് പറയുന്നത്. ചോദ്യം 88. വണ്ണം കൂടിയ
വെണ്ണ, മുട്ടയുടെ മഞ്ഞക്കരു, നാരങ്ങാനീര് അല്ലെങ്കിൽ വിനാഗിരി എന്നിവയിൽ നിന്നുണ്ടാകുന്ന സമൃദ്ധവും ക്രീം നിറഞ്ഞതുമായ സോസിൻ്റെ പേര്. ചോദ്യം 88. ഉത്തരം എ ആണ്, ഹോളൻഡൈസ് സോസ്. ചോദ്യം 89. വൈറ്റ് സോസിൻ്റെ ഫ്രഞ്ച് നാമം ഏത്? വൈറ്റ് സോസിൻ്റെ ഫ്രഞ്ച് നാമം. ചോദ്യം 89. ഉത്തരം സി ആണ്, ബെഞ്ചമൽ സോസ്. ചോദ്യം 90. ബ്രൗൺ റൂയിൽ നിന്നും ഉണ്ടാകുന്ന സമ്പന്നവും രുചികരവുമായ സോസിൻ്റെ പേര്. ചോദ്യം 90. ഉത്തരം ഡി ആണ്, എസ്പഗ്നോൾ. ചോദ്യം 91. ഷെൽ ഹാഷ് ഉണ്ടാകുന്ന കട്ടിയുള്ള സൂപ്പിൻ്റെ പേര്. 91. ഉത്തരം ബി ആണ്, ബിസ്ക്കറ്റ്. ചോദ്യം 92. താഴെ പറയുന്നവയിൽ ഏതാണ് കോൾഡ് സൂപ്പ്? താഴെ പറയുന്നവയിൽ ഏതാണ് കോൾഡ് സൂപ്പ്? 92 ചോദ്യം. ഉത്തരം ഡി ആണ്, ഉത്തരം 91 ഡി ആണ് ഇതിൻ്റെ ഉത്തരം. ബി ആണ് 91ൻ്റെ ഉത്തരം. ഉത്തരം ബിസ്ക് എന്നാണ്. ചോദ്യം 93. താഴെ പറയുന്നവയിൽ ഏതാണ് കോൾഡ് സൂപ്പ്? 92. ഉത്തരം ഡി ആണ്, വിച്ച് സോയ്സ്. ചോദ്യം 93. ടൊമാറ്റോ സൂപ്പിൽ ഗാർണിഷ് എന്താണ്? ടൊമാറ്റോ സൂപ്പിൻ്റെ ഗാർണിഷ് എന്താണ്? 93. ഉത്തരം സി ആണ്, ക്രൗട്ടൺസ്. ചോദ്യം 94. ഫ്രഞ്ച് ഒനിയൻ സൂപ്പിൻ്റെ അക്കമ്പനിമെൻറ്റ് എത്രയാണ്? ചോദ്യം 94. ഉത്തരം ഡി ആണ്, പൾമെസൻ ചീസാണ്. ചോദ്യം 95. ഫ്രഞ്ച്, ഇംഗ്ലീഷ് അല്ലെങ്കിൽ അമേരിക്കൻ സ്റ്റൈൽ സാലഡ് ബ്രസീലിൽ പറയുന്ന പേര് എന്താണ്? ചോദ്യം 95. ഉത്തരം എ ആണ് ഇതിൻ്റെ ഉത്തരം, വിനാഗേറ്റ്. ചോദ്യം 96. ഫ്രഞ്ച് ഡ്രസ്സിങ്ങിൽ എത്ര ഭാഗം ഓയിൽ ഉപയോഗിക്കാം? ചോദ്യം 96. ഉത്തരം ബി ആണ്, 3 ഭാഗം. ചോദ്യം 97. ഡബിൾ ഡെക്കർ സാൻഡ്വിച്ച് തയ്യാറാക്കാൻ എത്ര ബ്രെഡ് കഷ്ണങ്ങൾ ഉപയോഗിക്കും? ചോദ്യം 97. ഉത്തരം ഡി ആണ്, 3 കഷ്ണങ്ങൾ. ചോദ്യം 98. സേവറി ടിറ്റ് ബീറ്റ്സ് ആയ ഭക്ഷണത്തിന് പറയുന്ന പേര്. സേവറി ടിറ്റ് ബീറ്റ്സ് ആയ ഭക്ഷണത്തിന് പറയുന്ന പേരാണ്, ഉത്തരം ബി ആണ്, കനാപ്പുകൾ. ചോദ്യം 99. മൈസൂർ പാക്ക് തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന ഘടകം. മൈസൂർ പാക്ക് തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന ഘടകം ഏത്? ഉത്തരം സി ആണ്, കടലമാവ്. ചോദ്യം 100. രസഗുള തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന ഘടകം ഏത്? രസഗുള തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന ഘടകം. ഉത്തരം പാല്. എ ആണ് അതിൻ്റെ ഉത്തരം. ഇതിൻ്റെ തുടർച്ചയായുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കുവാൻ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.